ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. പിന്നെ ഞാൻ വീണ്ടും ടൗൺ വരെ ഒന്ന് പോയി. മോൾക്ക് ട്യൂഷനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവളെയും വിളിച്ച് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള ഹൈപ്പർ മാർക്കറ്റിൽ ചെന്നു. അവിടെ ആണെങ്കിൽ ഓഫർ ഉണ്ടെന്ന് അറിഞ്ഞു. ചെന്നപ്പോൾ പഠനോപകരണങ്ങൾക്കൊക്കെ 50% ഓഫുണ്ട്. പിന്നെ കുപ്പി, പാട്ട എല്ലാം ഉണ്ടായിരുന്നു. എല്ലാത്തിനും ഒരു ഓഫർ ഇട്ടിട്ടുണ്ട്. സെല്ലോടെ കുപ്പിക്കൊക്കെ 30 രൂപയുള്ളൂ. പിന്നെ ഒത്തിരി നേരം അതെല്ലാം നോക്കി തിരഞ്ഞു പിടിച്ച് ഒരു സന്തോഷമാണ് കേട്ടോ, ഇങ്ങനെയൊക്കെ ഓരോന്ന് പറക്കി എടുത്ത് നോക്കി ഇരിക്കുന്നത്. എന്തായാലും രാവിലത്തെ പണികളൊക്കെ തീർത്തിട്ടാണ് ഇറങ്ങിയത്. വലിയ ധൃതിയില്ല, അങ്ങനെ പെതുക്കെ ഓരോന്ന് നോക്കി പറക്കി എടുത്തു. അനിയത്തിക്ക് ചെരുപ്പ് വേണമായിരുന്നു, അങ്ങനെ ഇറങ്ങിയതാണ് ഞങ്ങൾ. പിന്നെ ചെരുപ്പിൻ്റെ സെഷനാണെങ്കിൽ ഒരുപാടുണ്ട്. അതും എല്ലാം ഓഫറിന് ഇട്ടേക്കും കേട്ടോ. അങ്ങനെ ചെന്നപ്പോൾ ഇഷ്ടം പോലെ കളക്ഷൻ. കുറച്ച് നേരം അവിടെ കറങ്ങി തിരിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ കാല് കഴിച്ച് ഞാൻ അവിടെ ഇരുന്നു. അവർ രണ്ടുപേരും കൂടെ എന്തൊക്കെയോ നുള്ളി പറക്കുന്നുണ്ട്. അവസാനം ഒരു ചെരുപ്പ് എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഫാൻസി ചെരുപ്പുകൾ ഇഷ്ടം പോലെ, ഫാൻസി ചെരുപ്പിൻ്റെ വെറൈറ്റി ഉണ്ട്. അതൊക്കെ കണ്ട് ആസ്വദിച്ച്, പിന്നെ ആണെങ്കിൽ മോള് പറയുന്നതായിട്ട് എൻ്റെ പിരിയം കാട് പോലായിരുന്നു, അതൊക്കെ എടുക്കണം. അങ്ങനെ ഞങ്ങളുടെ അവിടെ തന്നെ അടുത്തുള്ള ഒരു ബ്യൂട്ടി പാർലറിൽ പോയി സെറ്റായിട്ട് പിരിയൊക്കെ എടുത്ത് തന്ന്. പിന്നെ അവിടുന്ന് പിന്നെയും നടന്ന് ചന്തയിലെത്തി. പിന്നെ ഇവിടെ ഒത്തിരി ലാഭമുണ്ട് കേട്ടോ പച്ചക്കറിക്കെല്ലാം. ആ കാണുന്ന പച്ചക്കറി എല്ലാം 10-20 രൂപ ആ റേറ്റിലാണ് അവർ വിൽക്കുന്നത്. അതേപോലെ തന്നെ നല്ല ഫ്രഷ് സാധനമാണ്. പിന്നെ അത് കഴിഞ്ഞ് ഓടിപ്പിടച്ച് വീട്ടിലോട്ട് വന്ന പാടെ ഞാൻ നോക്കിയത് പൂച്ചക്കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്ന ഒരു പട്ടി ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. അതിനെ പിടിച്ച് തിന്നുമെന്നൊരു പേടി എനിക്കുണ്ട്. എന്തായാലും തള്ള കൂളായിട്ടിരിക്കുന്ന കണ്ടുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അതിൻ്റെ അടുത്ത് കുറച്ച് നേരം കിന്നാരമൊക്കെ പറഞ്ഞു. ഇന്നത്തെ യാത്രയും അലച്ചിലും ഒക്കെ ഇത്രയേ ഉള്ളൂ. വേറൊരു ദിവസം കാണാം. ഓക്കെ ബൈ. എല്ലാവരും സേഫായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ ബൈ.